ഞാനും മഞ്ജു വാര്യരും തമ്മിൽ ബന്ധമുണ്ട്. മഞ്ജു വാര്യർ എന്നെ കോണ്ടാക്ട് ചെയ്തു, 2 വർഷമായിട്ട് സംസാരിക്കുന്നു, ഞങ്ങൾ പ്രണയത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ കേസ് എന്താണ്? പ്രണയം പറഞ്ഞ് ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ബെയിലബിൾ ഒഫൻസ് ആണ്. ശരി, ഞാൻ അത് ചെയ്തു, കാണാൻ വന്നു, ഇതായിപ്പോയി, തെറ്റി, ശരി. നിനക്ക് അപ്പൊ തന്നെ എന്നോട് പറഞ്ഞൂടെ എങ്ങനെയൊക്കെയാണ് പ്രശ്നം? എനിക്ക് യാതൊരു താല്പര്യമില്ല, പറഞ്ഞൂടായിരുന്നോ? എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അപ്പോഴും നിനക്ക് പറഞ്ഞൂടെ ഇത് പ്രശ്നമാണ്, എനിക്ക് താല്പര്യമില്ലെന്ന് നിനക്ക് പറഞ്ഞൂടെ? നീ മിണ്ടാതിരുന്നോണ്ടല്ലേ. ആരോ മഞ്ജു വാര്യരുടെ പേരിൽ വിളിച്ച് കളിപ്പിച്ച ഓഡിയോമായിട്ടാണ് അണ്ണമന്നി ഈ കസരത്തെല്ലാം നടത്തുന്നത്. ഒരു പ്രണയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രണയമുണ്ട് എന്ന തരത്തിലൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആളുടെ വികാരത്തെ മാനിക്കാത്ത ഒരു കാര്യമായിരിക്കുമല്ലോ. ഞങ്ങള് 2 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ പുറത്തുവിട്ടത്. കാരണം അത് എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ, എന്നോട് കോണ്ടാക്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ ജീവന ഭീഷണിയാണ് എന്ന് നിരന്തരം പറഞ്ഞത് കൊണ്ടാണ് ഞാനത് പുറത്തുവിട്ടത്. ഹലോ, ഐ എം മുകേഷ് യാദവ്. പ്രണയം ഉണ്ടാവുന്നത് തെറ്റല്ല, പക്ഷെ പ്രണയത്തിൽ ചതിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഇവിടെ സനൽ എന്ന് പറയുന്ന ഈ സംവിധായകനും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് മഞ്ജു വാര്യർ തന്നെ പ്രണയിക്കുന്നു, ഇപ്പോൾ തേച്ചിട്ട് പോയി എന്ന രീതിയിലാണ് ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മഞ്ജു വാര്യർ ഇത് അറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. ഇദ്ദേഹം മഞ്ജുവിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഓഡിയോ ക്ലിപ്പുകളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ ആ വോയിസ് റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ അത് മഞ്ജു വാര്യർ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഓഡിയോയിൽ സംസാരിക്കുന്നത് മഞ്ജു ആണോ എന്ന് ഉറപ്പില്ല. അല്ലാത്ത പക്ഷം പറയുകയാണെങ്കിൽ പാവത്തിനെ ആരോ കളിപ്പിച്ചു എന്ന് വേണം കരുതാൻ. മഞ്ജുവിന്റെ പേരിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവത്തിനെ ആരോ കളിപ്പിച്ചു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഇദ്ദേഹത്തിന് ഇതിനു മുമ്പും മഞ്ജുവിനോട് പ്രണയം ഉണ്ടായിരുന്നു. അന്ന് തുറന്നു പറയുകയും അറസ്റ്റ് വരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു അറസ്റ്റ് ആയിരുന്നില്ല, പോയി പൊക്കി എന്ന് തന്നെ പറയണം. ഈ അലർച്ച കേട്ട് കഴിഞ്ഞാൽ ആരോ കൊല്ലാൻ വരുന്നത് പോലാണ് തോന്നുന്നത്. ഒരു പ്രണയം പറഞ്ഞിട്ട് ഇത്രയ്ക്ക് പേടിച്ചാൽ കൊള്ളാമോ? ഞങ്ങൾ തന്നെ പോലീസിനെ വിളിച്ചോളാം, ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. സംവിധായകനൊക്കെ ആയിരിക്കും, പക്ഷെ എന്തോ കാര്യമായിട്ട് കുഴപ്പമുള്ളത് പോലാണ് തോന്നുന്നത്. ഇന്നോവക്കാരന്റെ നിങ്ങളുടെ പേരെന്താ? പേരെന്താന്ന് പറയൂ. പേരെങ്ങനെ പറയുന്നത്? എന്തിനാ പേര് പറയുന്നത്? പോലീസ് വരാനല്ലേ നീ വെയിറ്റ് ചെയ്യണം. പോലീസ് വരട്ടെ. ഇതിന് സ്റ്റേറ്റിന് പങ്കുണ്ട്. അത് ശരി, ആരെന്ത് കാണിച്ചാലും അപ്പോഴേ സ്റ്റേറ്റിന് പങ്കുണ്ട്, മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്. ഇനി ചിലപ്പം പറയും നരേന്ദ്രമോദിയാണ് ഇതിനെല്ലാം ഉത്തരവാദിത്വം കൂടെ പറയും. അതായത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പങ്കുണ്ട്. അതുകൊണ്ടാണ് എന്നെ യാതൊരു മുന്നറിയിപ്പില്ലാതെ എനിക്ക്. അത് ശരിയാ, കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് മുന്നറിയിപ്പൊക്കെ കൊടുത്ത് നാളും പേരും സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ അറിയിച്ചിട്ട് വേണം അറസ്റ്റ് ചെയ്യാനെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ് എന്ന് വേണം ഓർക്കാൻ. എനിക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നു. എന്നെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു കാർ, ഇന്നോവ കാർ KL07 എന്ന് തുടങ്ങുന്ന ഒരു ഇന്നോവ കാർ പിന്തുടർന്ന് വന്ന് ഈ പറയുന്ന ആളുകൾ ഇവരെല്ലാം ചേർന്നിട്ടാണ് എന്നെ പിടിച്ചിറക്കി കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. എന്നിട്ട് അവിടെ പിടിച്ചിറക്കുന്നതായിട്ട് ആരും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് അത്ഭുതം. എന്നെ കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതുണ്ടോ? സാർ പറഞ്ഞത് ശരിയായിരിക്കും, ആ ഫോൺ കൊണ്ട് കുത്തിക്കൊല്ലും എന്നായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു 2 വർഷമായിട്ട് ഈ വധഭീഷണിയിലാണ്. ഞാൻ ഒളിച്ചു താമസിക്കുകയാണ് ശരിക്കും. ഇവിടെ ആദ്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ സ്വന്തം ഭാര്യ വല്ല കൊട്ടേഷൻ കൊടുത്തോ എന്ന് വേണം ആദ്യം ചിന്തിക്കാൻ. അനിയത്തിയുടെ വീട്ടില്, പിന്നെ തമിഴ്നാട്ടില് ഞാൻ ഒളിച്ചു താമസിക്കുകയാണ്. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കോ, പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസുകാരോട് പറയുവാണ് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. അതിലും വലിയ കോമഡി എന്ന് പറയുന്നത് 2 കുട്ടികളുടെ അച്ഛൻ, ഭാര്യയുണ്ട്, ഈ ഒരു വ്യക്തിയാണ് മഞ്ജുവിനോട് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞത്. കേരളത്തില് എനിക്ക് ജീവിക്കാൻ പേടിയുള്ളതുകൊണ്ട് ഞാൻ ഒളിച്ചു താമസിക്കുകയാണ്. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. ഭാര്യയും 2 കുട്ടികളും ഇരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പോയി ഇഷ്ടമാണെന്ന് പറയുന്ന ഭർത്താവിനെ ആ ഭാര്യ എന്തെങ്കിലും ചെയ്യാനേ വഴിയുള്ളൂ. എന്തായാലും ഇപ്പോൾ വീണ്ടും ഇദ്ദേഹം വന്നിരിക്കുകയാണ്. മഞ്ജുവിന്റെ തന്നെ കോൾ റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ഓഡിയോ നിങ്ങൾ തന്നെ കേട്ടു നോക്കുമ്പോൾ മനസ്സിലാവും അത് മഞ്ജു വാര്യർ ആണോ സംസാരിക്കുന്നത്, അതോ വേറെ ആരെങ്കിലും ഇദ്ദേഹത്തെ കളിപ്പിച്ചതാണോ എന്ന് വരെ തോന്നിപ്പോകും. എന്തായാലും ഇദ്ദേഹത്തിന്റെ പ്രണയത്തെക്കുറിച്ച് ബാക്കി എന്താണ് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, ഈ വകുപ്പുകളിൽ ജാമ്യമില്ലാത്ത ഈ വകുപ്പുകളാണ് കേസെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന FIR അനുസരിച്ച്
നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനും മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്നുണ്ട്. ആ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മഞ്ജു വാര്യർ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടെന്ന്. ആ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് മഞ്ജു വാര്യർ ആണെന്ന് തന്നെ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് ഒരു ഇത് ബാക്കിയുള്ളതൊക്കെ പോട്ടെ, എനിക്ക് നിന്റെ പ്രൈവറ്റ് ഇത് കാര്യത്തിലൊന്നും എനിക്ക് ഇടപെടാൻ താല്പര്യമില്ല. ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു, അത് പോട്ടെ, എന്തോട്ടെ. നീ ട്രൈ ചെയ്തു, നടന്നില്ല. നിനക്ക് ഒരുപാട് ആളുകളുടെ ലൈഫിന്റെ ഇഷ്യൂ ആണ്, അതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല. എല്ലാം ശരി, ഞാൻ സമ്മതിച്ചു. ഞാൻ മൂവ് ഓൺ ചെയ്യണം. ഞാൻ മൂവ് ഓൺ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നിനക്ക് എന്റെ കൂടെ പ്രേമമുണ്ട് എന്നുള്ള ഇതിൽ നീ 2 വർഷം ഇരുട്ടുകളെ വെളുക്കെ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ വരുന്നു. വാൾമാർട്ടിൽ സാധനം വാങ്ങിക്കാൻ പോയാൽ ഞാൻ വരുന്നു. രാത്രി നീ എത്ര ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ട്. എന്നിട്ട് നീ ഇപ്പൊ പറയുന്നു ഞാൻ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല, അതുകൊണ്ട് നീ പൊക്കോ. ഓക്കെ, ശരി, നിനക്ക് പ്രേമമില്ല, ശരി, ഞാൻ പോകുന്നു എന്റെ പാട്ടിന്. ഞാൻ എന്റെ കൂടെ ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത ആളുകളുടെ പുറകെ ഞാൻ നടക്കൂല. അതെന്റെ സ്വഭാവമല്ല. സോ ഐ എം റെഡി ടു ഗോ. പക്ഷെ അതല്ലല്ലോ ഇപ്പൊ പോകുമ്പോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെന്തെങ്കിലും ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. കേസ് പിൻവലിക്കുകയോ അതന്നെ ഞാൻ പറഞ്ഞു. കൊച്ചു അയ്യോ എന്റെ ദൈവമേ, അതെനിക്ക് പറ്റില്ലാടാ, എനിക്ക് പറ്റില്ല. നീ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കടേ. നീ കൊച്ചു പറ്റില്ലാടാ എന്തിനീ മഞ്ജു നീ പറയുന്നത്? നിനക്ക് എത്ര നീ നാണം ഉണ്ടോടി നിനക്ക്? മഞ്ജു, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആരെയും ഉപദ്രവിക്കാൻ താല്പര്യമില്ല. നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നീ മര്യാദയ്ക്ക് ജീവിച്ചു പോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നീ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നിനക്ക് അതാണ് ഞാൻ ചോദിച്ചത്. നീ ഇപ്പോ ഞാൻ ചോദിക്കുന്നു ഇത്ര സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ നിനക്ക് മനസ്സിലാവുമോ അങ്ങനെ ഒരാളാണ് നീ? ഇല്ല, എനിക്ക് മനസ്സിലായി. എനിക്ക് നേരത്തെ മനസ്സിലായി ആ കൊച്ചിന്റെ ജീവിതം പ്രശ്നത്തിലാണ് എന്ന് നേരത്തെ മനസ്സിലായി. പിന്നെ എന്തിനാ വീണ്ടും 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 ഐ എം ഇഗ്നോറിംഗ് ദ ടോപ്പിക് ഇൻ യുവർ അഗൈൻ ആൻഡ് അഗൈൻ ടച്ചിങ് ഇറ്റ്. ഇത്ര ഒരു മോശമായ ആളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഐ എം ട്രൈങ് ടു ഇഗ്നോർ എ ടോപ്പിക്. ഇത് ഞാൻ ചെയ്യൂലായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ഞാനിതൊന്നും പബ്ലിക് ആക്കാനൊന്നും പോകില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നീ പറയുന്നത് കേട്ടിട്ട് എനിക്കത് പബ്ലിക് ആക്കണം. കാരണം അത്രയും ഒരു കൊച്ചിന്റെ ജീവിതം, നിന്റെ ജീവിതം, അങ്ങനെയൊക്കെ അങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് ആളുകളെ പപ്പറ്റ് പോലെ കൊണ്ടു നടക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പിന്നെ അതറിയണ്ടേ, ലോകം അറിയണ്ടേ? Leave this alone. No, Manju. I will come out of it. No, Manju. No. ഇതിപ്പോ ഞാനും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഞാനിത് പറയും. എനിക്ക് വേണ്ട, എന്നെ ദയവായി വിട്. ഞാനിത് പറയും. നീ എന്തോ ചെയ്യ്, നീ പ്രിപ്പയർ ആയിരുന്നോ? ഞാൻ ഒരു കാര്യം പറയും, ഞാൻ പറയും. യു ബി പ്രിപ്പയർഡ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനിത് പബ്ലിക്കായിട്ട് പറയും. I cannot be prepared. Please. You be prepared, Manju. No. I will do this. You be prepared. ഞാൻ അത്ര മാത്രം പറയുന്നുള്ളൂ. You be prepared. I will make it public. Are you threatening me? No. Threatening ഒന്നുമില്ല. You are threatening me. എന്തിന്? ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു, പ്രേമത്തിൽ പറഞ്ഞു, ദയവായി വിടൂ, ഞാൻ ഇതിനെ ഹാൻഡിൽ ചെയ്തോളാം. അങ്ങനെ പറ്റില്ല. എനിക്ക് പറ്റും. എനിക്കറിയാം എന്താ ചെയ്യണമെന്ന്. എനിക്ക് പേഷ്യൻസ് പ്ലീസ്. ഐ ആം ബീങ് പേഷ്യന്റ്. ഡോണ്ട് റൂയിൻ മൈ ലൈഫ് പ്ലീസ്. ഇറ്റ് ഈസ് ഓൾറെഡി വെരി റൂയിൻഡ്. അപ്പോ മഞ്ജു വാര്യർ എന്നോട് പറഞ്ഞത് അവരുടെ ജീവന് ഭീഷണിയുണ്ട്. എന്നോട് ബന്ധപ്പെട്ടാൽ തന്നെ, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെയും അവരുടെ മകളുടെയും ജീവന് ഭീഷണിയുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ആ ശബ്ദരേഖ പബ്ലിഷ് ചെയ്യുകയും അതേപറ്റി പുറം ലോകത്തോട് പറയുകയും ചെയ്തു. അതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു വലിയ വിഷയമായതുകൊണ്ട്, അത് എന്റെ കൺസേൺ ആയതുകൊണ്ട് ഞാൻ സൊസൈറ്റിയോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭീഷണിയുള്ള ആളുകളെയൊക്കെ രക്ഷിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസിനെ പോലും അറിയിപ്പിക്കാതെ മഞ്ജു വാര്യർ നേരിട്ട് വന്ന് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തത്. ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. പരാതി കൊടുക്കേണ്ട സാഹചര്യമില്ല. ഇതിനകത്ത് ആകെ കൂടെ ഉള്ളത്, ഞാൻ ആ ശബ്ദരേഖ പുറത്ത് വയ്ക്കുമ്പോ മഞ്ജു വാര്യർക്ക് ചെയ്യാവുന്നത്, മഞ്ജു വാര്യർ പബ്ലിക്കായിട്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ആ ശബ്ദരേഖ പുറത്തുവിട്ടതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യമായി. ചിലപ്പോൾ ശബ്ദരേഖ പുറത്ത് വിട്ടില്ലായിരുന്നെങ്കിൽ പലരും തെറ്റിദ്ധരിച്ചേനെ.
ആരെ? മഞ്ജു വാര്യറെ. കൂടെ ഞങ്ങൾ 2 വർഷമായിട്ട് ഭയങ്കര ബന്ധമാണെന്ന് കൂടി ചേർത്തു എന്നേ ഉള്ളൂ. അതുകൂടി നാട്ടുകാരെ അറിയിപ്പിക്കാനുള്ള ഒരു ഇന്റൻഷനോട് കൂടി ചെയ്ത പ്രവൃത്തി എന്ന് വേണം പറയാൻ. ഇപ്പൊ കൊടുത്ത പരാതി ഞാൻ ഒരു 7 ദിവസം മുൻപ് ഞാനും മഞ്ജു വാര്യരുമായിട്ട് 2 വർഷമായിട്ട് സംസാരിക്കുന്നുവെന്നും അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞുവെന്നും അതിന്റെ ശബ്ദരേഖയാണ് ഇതെന്നും പറഞ്ഞിട്ട് ഞാൻ പൊതുസമൂഹത്തോട് സംസാരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ അത് അവരുടെ ശബ്ദരേഖ അല്ലെങ്കിൽ അത് അവർ പറയുകയല്ലേ ചെയ്യേണ്ടത്? എല്ലാവരും പബ്ലിക്കായിട്ട് കാര്യങ്ങൾ പറയില്ലല്ലോ. നിയമപരമായിട്ട് ഇതിനു മുൻപ്, ഇത് ആദ്യമായിട്ടല്ലല്ലോ, ഇതിനു മുൻപ് 3 വർഷം മുൻപ് എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്. അത് കള്ളക്കേസാണെന്ന് മഞ്ജു വാര്യർ തന്നെ ആ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. അത് ഇതുവരെ അതിനകത്ത് ഒരു തെളിവ് കൊടുത്തിട്ടില്ല. യാതൊരു തരത്തിലെ കേസ് മുന്നോട്ട് പോയിട്ടുമില്ല. ഇല്ല, അത് കുറ്റപത്രം നൽകാനിരിക്കുകയല്ലേ, അത് തള്ളിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ആ കേസ് കുറ്റപത്രം നൽകാനിരിക്കുകയല്ലേ. 3 വർഷം ഒരു കേസിന് ആ കേസിന്റെ ആകെക്കൂടെ ശിക്ഷാ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആ കേസിൽ എന്ത് കുറ്റപത്രമാണ് ഇനി 3 വർഷം കഴിഞ്ഞിട്ട് നൽകാനിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിനകത്ത് യാതൊരു തരം നടപടി ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് അതിലിതുവരെയും മൊഴി രേഖപ്പെടുത്താത്തത്? എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരണം എന്നില്ലല്ലോ. അത് ഓരോടത്ത് ചോയ്സ് ആണല്ലോ. നിയമപരമായിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ. അപ്പോഴെങ്കിലും താങ്കൾക്ക് മനസ്സിലാക്കിക്കൂടായിരുന്നോ സംവിധായക, താങ്കളെ വിളിച്ചത് ഒറിജിനൽ മഞ്ജു വാര്യർ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്? ഒറിജിനൽ മഞ്ജു വാര്യർ ആയിരുന്നെങ്കിൽ താങ്കൾക്കേറെ കംപ്ലൈന്റ് കൊടുക്കുമായിരുന്നോ? അതുപോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഇദ്ദേഹം വിശ്വസിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് പ്രണയത്തിൽ ഇങ്ങനെ മുങ്ങി ഒഴുകി നടക്കുകയാണ്. ഇതെന്റെ ശബ്ദരേഖ അല്ല. എന്നെ അറിയാത്ത ആളല്ലല്ലോ മഞ്ജു വാര്യർ. എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അടുത്ത സിനിമ ചെയ്യാനിരുന്നപ്പോഴും അതിനകത്ത് അഭിനയിക്കാമെന്ന് തയ്യാറായ ആളാണ്. അപ്പോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, 2 വർഷമായിട്ട് ഞാനും മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കുന്നു, ഇതാണ് ശബ്ദരേഖ, അവര് പറഞ്ഞതനുസരിച്ച് അവരുടെ ജീവന് ഭീഷണിയുണ്ട്, അവരുടെ മകളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നു. അപ്പൊ അവർക്ക് ചെയ്യാവുന്നത്, സനൽ ഇത് ഞാനല്ല, ഞാനാണ്, നിങ്ങൾ ആരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സംവിധായകൻ സനലിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മഞ്ജു വാര്യർ നേരിട്ട് വിളിക്കണം, സംസാരിക്കണം എന്നുദ്ദേശിച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത്. പക്ഷെ അത് ചീറ്റിപ്പോയതായിട്ട് അറിയിച്ചു കൊള്ളുന്നു, കേസുമായിട്ടുണ്ട്. അതല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി പറയാം. പിന്നെ മഞ്ജു വാര്യർക്ക് അതല്ലേ പണി? താങ്കളിടുന്ന പോസ്റ്റിനും താങ്കളിടുന്ന കമന്റിനും എല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ മഞ്ജു വാര്യരുടെ ജോലി. അവർക്ക് അവരുടേതായ തിരക്കുകൾ കാണും. താങ്കൾ പറയുന്ന വിഡ്ഢിത്തരത്തിനെല്ലാം ആൻസർ നൽകുക എന്നുള്ളതല്ല അവരുടെ ജോലി. ഇതൊന്നും അല്ലാതെ 8 ദിവസത്തിന് ശേഷം, 8-10 ദിവസമായി തോന്നുന്നു, ഒരു കേസ് അർദ്ധരാത്രി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? അവിടെ അങ്ങനല്ലായിരുന്നു ചെയ്യേണ്ടത്. ആ ശബ്ദരേഖ മഞ്ജു വാര്യരുടെ ആണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളായിരുന്നു. അവിടെയും ഈ സംവിധായകനെ പിഴച്ചു എന്ന് വേണം കരുതാൻ. ഞാൻ ഇപ്പോ എന്റെ അറിവില് ഒരു സ്ത്രീയുടെ ജീവന് ഭീഷണിയുണ്ട്, അവരുടെ മകളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് അറിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കണോ? അതാണോ പൗരധർമ്മം? ചേട്ടൻ വലിയ വലിയ വാക്കുകളിലൊക്കെ പിടിച്ചേക്കുവാണ്, പൗരധർമ്മത്തിലേക്കൊക്കെയാണ് പോകുന്നത്. ഇതുവരെ നേരിട്ട് മഞ്ജു വാര്യർക്ക് എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല മഞ്ജു വാര്യരുടെ ഒഫീഷ്യൽ കോൺടാക്റ്റിൽ നിന്ന്. അത് അവർ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ജു വാര്യരുടെ ലോകത്ത് സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരാളില്ല. അങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മഞ്ജു വാര്യർ ജീവിച്ചിരിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ വളഞ്ഞ വഴി സ്വീകരിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ പറയുന്ന കക്ഷിക്ക് 2 കുട്ടികളും ഒരു ഭാര്യയും ഉണ്ട് എന്നുകൂടി ഓർക്കണം. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.